കെമിസ്ട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിക്ടേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത ബെൽ ടു കെമിസ്ട്രി 4ാമത്തെ ക്ലാസ്സിൻ്റെ ചെറിയൊരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഈ ക്ലാസ്സിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു: ആറ്റം, ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഷെൽസ്, ബോർ ആറ്റം മാതൃക, ബോർ മോഡൽസ് ഓഫ് ആറ്റം, ഷെല്ലുകളിലെ ഊർജം, എനർജി ഇൻ ഷെൽസ്, സബ്ഷെൽസ്, മഗ്നീഷ്യം ആറ്റത്തിൻ്റെ ബോർ മാതൃക, ബോർ മോഡൽ ഓഫ് മഗ്നീഷ്യം ആറ്റം. അപ്പോൾ നമുക്ക് ഇവ ഓരോന്നും വിശദമായിട്ട് നോക്കാം. ആദ്യം ആറ്റം. നമുക്കറിയാം, ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറയുന്നത്. ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ്. നോക്കൂ, ആറ്റത്തിൻ്റെ ബോർ മോഡലാണ് ഇത്. ആറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ന്യൂക്ലിയസിന് പുറത്തും കാണപ്പെടുന്ന ഷെല്ലുകൾ, അല്ലേ? KLMN, അതായത് ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തത്, നാലാമത്തത്. ഇങ്ങനെ ആറ്റത്തിൻ്റെ ഒരു ഘടന, അല്ലേ? നീൽസ് ബോറാണ് ആറ്റത്തിന് ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ഘടന നൽകിയത്. ഇനി ഷെൽ. ആറ്റത്തിൽ ഇലക്ട്രോണുകളെ കാണാൻ സാധ്യതയുള്ള മേഖലകളാണ് ഷെല്ലുകൾ. ഷെൽസ് ആർ ഏരിയാസ് വെയർ ഇലക്ട്രോൺസ് ആർ ലൈക്ലി ടു ബി സീൻ ഇൻ ദി ആറ്റം. പ്രധാനപ്പെട്ട ഷെല്ലുകളാണ് KLMN. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ഏറ്റവും അടുത്തിരിക്കുന്ന ഷെല്ലാണ് K. അത് കഴിഞ്ഞാൽ L, M, N, അല്ലേ? ഇങ്ങനെയാണ്. ഇനി ഷെല്ലുകളുടെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഷെൽസ്. നോക്കൂ, K, ആദ്യ ഷെല്ലാണ് K. ഇതിൽ 2 ഇലക്ട്രോണുകളാണ് ഉള്ളത്. L ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ, M ഷെല്ലിൽ 18 ഇലക്ട്രോണുകൾ, N ഷെല്ലിൽ 32 ഇലക്ട്രോണുകൾ. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇനി ഇത് കാണുന്നതിന് ഒരു പൊതുവാക്യമുണ്ട്, ഒരു ഫോർമുല. എന്താണത്? 2n². ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അഥവാ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണാനുള്ള ഒരു പൊതുവാക്യമാണ്, ജനറൽ ഫോർമുലയാണ് 2n². നോക്കൂ, ഇത് പ്രകാരം നമുക്ക് ഈ KLMN എന്നീ ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. നോക്കൂ, ഈ 2n²ൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ് ആണ്, ഷെല്ലുകളുടെ എണ്ണമാണ്. 1, 2, 3, 4 എക്സെട്ര, അല്ലേ? ഇപ്പോൾ K ഷെല്ലെന്ന് പറഞ്ഞാൽ ആദ്യ ഷെല്ല്, ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നിൻ്റെ സ്ഥാനത്ത് n = 1 എന്ന് കൊടുക്കുക, അല്ലേ? അപ്പോൾ 2 × 1² = 2, അല്ലേ? 1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ 2 × 1 2 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ ഷെല്ലായ L ഷെല്ല്, അവിടെ നമ്മൾ എന്നിൻ്റെ സ്ഥാനത്ത് 2² അപ്പോൾ 2 × 2². 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, അല്ലേ? അപ്പോൾ 2 × 4 8 ആണ് ആൻസർ വരും. അതുപോലെ M ഷെൽ, മൂന്നാമത്തെ ഷെല്ലാണ് M ഷെല്ല്. അപ്പോൾ 2 × 3², അല്ലേ? 3യുടെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 2 × 9 = 18, അല്ലേ? 18 എന്ന് കിട്ടും. അതുപോലെ ഫോർത്ത് ഷെല്ല് N ഷെല്ല്, അല്ലേ? ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എന്താണ് വരിക? 4², അല്ലേ? 4². അപ്പോൾ 2 × 4² എന്ന് പറഞ്ഞാൽ 16 ആണ്, 16 ആണ്, അല്ലേ? 2 × 16 = 32.
അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 18, എൻ ഷെല്ലിൽ 32. ഓക്കെ. ഇനി ചില മൂലകങ്ങൾ, എലമെൻറ്റ്, അവയുടെ അറ്റോമിക് നമ്പർ, അതുപോലെ അവയുടെ ഇലക്ട്രോൺ വിന്യാസം അഥവാ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശ്രദ്ധിക്കുക. ആദ്യ എലമെൻറ്റ് കാർബൺ. കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അതായത് കാർബണിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നർത്ഥം, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഇലക്ട്രോണുകൾ വിന്യസിച്ചിരിക്കുന്നത്? കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഇലക്ട്രോൺ? നോക്കൂ, നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ലായ കെയിൽ 2 ഇലക്ട്രോൺ, അല്ലേ? അപ്പോൾ ഈ 6ൽ നിന്ന് 2 ഇലക്ട്രോൺ ആദ്യ ഷെല്ലായ കെയിൽ, അതാണ് ഈ 2. ഇനി ബാക്കിയുള്ള 4 ഇലക്ട്രോണുകൾ രണ്ടാമത്തെ ഷെല്ലിൽ 8 എണ്ണം ഉൾക്കൊള്ളും, പക്ഷേ ഇവിടെ എത്രയേ ഉള്ളൂ? 4. അപ്പോൾ 2, 4 എന്നാണ് ഈ ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരുന്നത് കാർബണിൻ്റെ. രണ്ടാമത് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. 12 ഇലക്ട്രോണുകൾ മഗ്നീഷ്യത്തിനുണ്ട്, അല്ലേ? അപ്പോൾ എങ്ങനെ വരിക? 12 വരുന്ന സമയത്ത് ആദ്യ ഷെല്ലിൽ 2, അല്ലേ? രണ്ടാമത്തെ ഷെല്ലിൽ 8, മൂന്നാമത്തേൽ പിന്നെ ബാക്കിയുള്ളത് 2 ഉള്ളൂ, 2. അപ്പോൾ എന്തോരും? 2, 8, 2 എന്നാണ് മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. ഇനി AR, ആർഗൺ, 18 ആണ് അറ്റോമിക് നമ്പർ, അല്ലേ? എങ്ങനെ വരുന്നത്? 2, 8, 2, അല്ലേ? ഇങ്ങനെയാണ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അഥവാ ഇലക്ട്രോൺ വിന്യാസം വരുന്നത്. മനസ്സിലാക്കുക. ഇനി അടുത്തത് ബോർ ആറ്റം മാതൃക. ബോർ മോഡൽ ഓഫ് ആറ്റം. ആറ്റത്തിന് ഇങ്ങനൊരു മാതൃക നൽകിയത് നീൽസ് ബോറാണ്, അല്ലേ? അതിനാലാണിത് ബോർ മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക എന്ന പേരിൽ അറിയപ്പെടുന്നത്. നോക്കൂ, ഇത് ക്ലോറിൻ ആറ്റത്തിൻ്റെ മാതൃകയാണ് ഈ കാണുന്നത്. ക്ലോറിൻ, Cl, അല്ലേ? ക്ലോറിൻ്റെ സിമ്പൽ, പ്രതീകം Cl എന്നാണ്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്, അല്ലേ? ക്ലോറിൻ ആറ്റം നമ്പർ 17, അതായത് 17p. പി എന്ന് പറഞ്ഞാൽ പ്രോട്ടോണാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ N, 18N, അല്ലേ? N എന്ന് പറഞ്ഞാലോ ന്യൂട്രോൺ. അപ്പോൾ ഇതാണ് ഈ ക്ലോറിൻ്റെ മാതൃക. അതായത് ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? 2, 8, 7 എന്നാണ് വരുന്നത്. നോക്കൂ, ആദ്യ ഷെല്ലായ കെയിൽ 2, രണ്ടാമത്തെ ഷെല്ലായ എല്ലിൽ 8 ഇലക്ട്രോണുകൾ, അവസാനം മൂന്നാമത്തെ ഷെല്ല് എമ്മിൽ എത്ര ഇലക്ട്രോണാണ്? 7 ഇലക്ട്രോണുകളും ആണ് ഉള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാം. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17 ആണ്, അല്ലേ? പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. അതുപോലെ നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണം 17 തന്നെയാണ്. നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം, അല്ലേ? നമുക്കറിയാം ഒരാറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമാണ്, സെയിം നമ്പറാണ്, അല്ലേ? 17 തന്നെയാണ് അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണവും വരുന്നത്. ഇനി നോക്കൂ, നമ്പർ ഓഫ് ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് വരുന്നത്? 18N, 18 ന്യൂട്രോണുകളാണ് ഉള്ളത് എന്നും മനസ്സിലാക്കുക. ഇനി ഏറ്റവും ഊർജം കുറഞ്ഞ ഷെല്ല്, ലീസ്റ്റ് എനർജി ഷെൽ. നോക്കുക, എങ്ങനെയാണ് ഈ ഊർജം മനസ്സിലാക്കുന്നത്? ഈ ന്യൂക്ലിയസിൻ്റെ, ഇത് ന്യൂക്ലിയസ് ആണ്, അല്ലേ? ന്യൂക്ലിയസിൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഷെല്ലാണ് കെ ഷെല്ല്. ഈ കെ ഷെല്ലിലാണ് ഏറ്റവും കുറഞ്ഞ ഊർജ്ജം ഉള്ളത്, അല്ലേ? ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ഊർജവും കൂടും എന്ന് മനസ്സിലാക്കുക, അല്ലേ? അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഊർജ്ജമുള്ളത് അടുത്തിരിക്കുന്ന കെ ഷെല്ല്, അതിനേക്കാളും കൂടുതലാണ് എമ്മിൽ, അതിനേക്കാളും കൂടുതലാണ് എമ്മിൽ, അല്ലേ? അപ്പോൾ ഏറ്റവും കുറഞ്ഞത് കെയിൽ, പിന്നീട് എല്ല്, പിന്നീട് എം, അല്ലേ? കൂടി വരും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ഊർജം കൂടിയ ഷെല്ല്, അല്ലേ? ഇവിടെ ക്ലോറിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലോറിൻ്റെ ഏറ്റവും ഊർജം കൂടിയ ഷെല്ല്, ഹയസ്റ്റ് എനർജി ഷെൽ ഏതാണ് വരുന്നത്? മൂന്നാമത്തെ ഷെല്ലായ എം ആണ് വരുന്നത്. ആകെ 3 ഷെല്ലാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഇനി പീരിയഡ് നമ്പർ നോക്കൂ, പീരിയഡ് നമ്പറും ഷെൽ നമ്പറും തമ്മിൽ ഒരു ബന്ധമുണ്ട്, അല്ലേ? ഒരു ആറ്റത്തിൽ എത്ര ഷെല്ലുകളുണ്ടോ ആ എണ്ണമാണ് അതിൻ്റെ പീരിയഡ് നമ്പർ. ഇവിടെ നോക്കൂ, ക്ലോറിനിൽ KLM, അല്ലേ? അല്ലെങ്കിൽ 2, 8, 7 എന്നാണ് ഇലക്ട്രോണുകൾ. അതായത് 3 ഷെല്ലുകളാണ് ഈ ക്ലോറിനിലുള്ളത്. അതിനാൽ പീരിയഡ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്.
ഓക്കെ. നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ. നോക്കൂ, ഈ ഗ്രൂപ്പ് നമ്പറും അവസാന ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, അവസാന ഷെല്ലിൽ 7 ഇലക്ട്രോണുകൾ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണുകൾ, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 7 ആണ്. ഈ 7നോട് 10 കൂട്ടിയാൽ എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും. 17 ആണ് ഗ്രൂപ്പ് നമ്പർ. ഓക്കെ. ഇനി ക്ലോറിൻ ലോഹ സ്വഭാവമാണോ അലോഹ സ്വഭാവമാണോ കാണിക്കുന്നത്? ക്ലോറിൻ ഒരു അലോഹ സ്വഭാവമുള്ള മൂലകമാണ് അല്ലേ. അലോഹ സ്വഭാവമാണ് ക്ലോറിൻ കാണിക്കുന്നത്. അതായത് നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് ക്ലോറിന് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. നെക്സ്റ്റ്, ഇനി ഷെല്ലുകളിലെ ഊർജം കൂടി വരുന്ന ക്രമം. ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഇൻ ദി ഷെൽസ്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിൽ നിന്ന് അകലം തോറും എന്ത് ചെയ്യുന്നു? എനർജി അല്ലേ, ഊർജം കൂടി വരുന്ന രീതിയാണ്. അപ്പോൾ KLMN എന്നിങ്ങനെയാണ് ഊർജം കൂടി വരുന്ന ക്രമം, അഥവാ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി ഇൻ ഷെൽ. ഇനി നോക്കൂ, പൊട്ടാസ്യം. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19. പൊട്ടാസ്യത്തിൻ്റെ പ്രതീകം അഥവാ സിമ്പൽ K എന്നാണ്. എന്താണ് വരുന്നത്? 2881 അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്കറിയാം ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയിരുന്നു, രണ്ടാമത്തേതിൽ 8 ഇലക്ട്രോണുകളാണ്. അതുപോലെ മൂന്നാമത്തെ ഷെല്ലിൽ നമുക്കറിയാം 18 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളും. പക്ഷേ ഇവിടെ 8 നിറഞ്ഞ് പിന്നീട് വരുന്നത് അല്ലേ, പിന്നീട് വരുന്ന 2 ഇലക്ട്രോണുകൾ നാലാമത്തെ ഷെല്ലിലേക്കാണ് പോകുന്നത് അല്ലേ. അതിന് ഒരു കാരണമുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകളെ കുറിച്ച് മനസ്സിലാക്കണം. ശരിക്കും ഈ ഷെല്ലിനകത്ത് സബ് ഷെല്ലുകളുണ്ട്, ഉപഷെല്ലുകൾ. ആ ഉപഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ യഥാർത്ഥത്തിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ഉപഷെല്ലിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ. നോക്കുക, എല്ലാ ഷെല്ലുകളിലും സബ് ഷെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ഓൾ ഷെൽസ് ആർ ഇൻ സബ് ഷെൽസ് അല്ലേ. ഏതൊക്കെയാണ് ഈ സബ് ഷെല്ലുകൾ? നോക്കൂ, SPDF. ഇതാണ് പ്രധാനപ്പെട്ട 4 സബ് ഷെല്ലുകൾ, SPDF. ഇനി നമുക്ക് ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകൾ എത്രയാണ് അല്ലേ, ഏതൊക്കെയാണെന്ന് നോക്കാം. അവയിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഒക്കെ മനസ്സിലാക്കാം. നോക്കൂ, പ്രധാനപ്പെട്ട ഷെല്ലുകൾ KLMN അല്ലേ, നമ്പർ ഉണ്ട്. ഒന്നാമത്തെ ഷെല്ല് K ആണ്, സെക്കൻഡ് L ആണ്, തേർഡ് M ഷെൽ, ഫോർത്ത് N ഷെൽ. ഇനി ഓരോ ഷെല്ലിലുമുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതായത് പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലേ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്കറിയാം. Kയിൽ 2 ആണ്, Lൽ 8 ആണ്, Mൽ 18, Nൽ 32. ഇങ്ങനെയാണ് വരുന്നത്. ഇത് നോക്കൂ, സബ് ഷെൽസ്. ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെൽസ് ഏതൊക്കെയാണ്? ഈ K ഷെല്ലിൽ ഒരു സബ് ഷെല്ല്, ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാണ്. ഒന്നാമത്തെ ഷെല്ലിൽ ഒരു സബ് ഷെല്ലാണ് ഉള്ളത്. ഏതാണത്? S. രണ്ടാമത്തെ ഷെല്ലിലോ, L ഷെല്ലിൽ 2 സബ് ഷെല്ലുണ്ട്. ഏതൊക്കെയാണത്? SP. ഇനി മൂന്നാമത്തെ ഷെല്ലായ Mൽ 3 സബ് ഷെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ്? SPD. അതുപോലെ നാലാമത്തെ ഷെല്ലായ Nൽ ആകെ 4 സബ് ഷെല്ലുകളുണ്ട്. SPDF അല്ലേ. അപ്പോൾ നമുക്ക് ഈ സബ് ഷെല്ലുകളെ ഓർത്തിരിക്കാൻ നല്ല എളുപ്പമാണ്. ഒന്നിൽ ഒരു സബ് ഷെല്ല്, രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ല്, മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ല്, നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ല് അല്ലേ. സബ് ഷെല്ലുകളുടെ പേരുണ്ട്, ഓർത്തിരുന്നോളൂ, SPDF. ഓക്കെ. ഇനി ഓരോ സബ് ഷെല്ലിലുമുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലേ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ് ഷെൽസ് അല്ലേ. സബ് ഷെല്ലിലുള്ള പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? Sൽ അല്ലേ, Sൽ 2. നോക്കൂ, ഇവിടെ ഈ Kയിൽ ആകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ. Kയിലുള്ള മാക്സിമം ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2 ആണ്. ആ 2 Sലുണ്ടായിരിക്കും. ഇനി രണ്ടാമത്തെ ഷെല്ലിലേക്ക് നമ്മൾ പോകുമ്പോൾ L ഷെല്ല്, അവിടെ ആകെ 8 ഇലക്ട്രോണാണുള്ളത്, 8 ഇലക്ട്രോൺസ്, 2 സബ് ഷെല്ലുകളുണ്ട്. ഈ Sൽ എപ്പോഴും 2 ഇലക്ട്രോണാണ് അല്ലേ. ബാക്കി ഇനി എത്ര ഉണ്ട്? 6, 6 ഇലക്ട്രോൺ ഉണ്ട്. ആ 6 ഇലക്ട്രോണുകൾ Pയിലുണ്ടായിരിക്കും. ഓക്കെ. ഇനി മൂന്നാമത്തെ ഷെല്ല് നോക്കുക, M ഷെല്ല്. ഇവിടെ ആകെ 18 ഇലക്ട്രോണുകൾ അല്ലേ, 3 സബ് ഷെല്ലുണ്ട്.
എസ്സിൽ എപ്പോഴും 2ആണ്, പിയിലെപ്പോഴും 6ആണ്. ബാക്കിയുള്ള 10 ഇലക്ട്രോണുകൾ 10 ഇലക്ട്രോൺസ് എവിടെയാണ് വരുന്നത്? ഡി സബ് ഷെല്ലിൽ. ഇനി നാലാമത്തെ ഷെല്ല് നോക്കൂ, എൻ 32 ഇലക്ട്രോൺസ് അല്ലേ, 32 ഇലക്ട്രോണുകൾ എന്നിലുണ്ട്. അവിടെ 4 സബ് ഷെല്ലുണ്ട്. എസ്സിലെപ്പോഴും 2 ആയിരിക്കും, പിയിലെപ്പോഴും 6 ആയിരിക്കും, ഡിയിലെപ്പോഴും 10 ആണ്. ബാക്കിയുള്ള 14 ഇലക്ട്രോണുകൾ ഇവിടെ ഉണ്ട്, എഫ് എന്ന സബ് ഷെല്ലിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഷെല്ലിലും സബ് ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളിത് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ എല്ലാ ഷെല്ലിലുമുള്ള പൊതുവായ സബ് ഷെൽ ഏതാണ്? വിച്ച് സബ് ഷെൽ ഈസ് കോമൺ ടു ഓൾ ഷെൽസ് അല്ലേ? ഏതാ നമുക്കറിയാം, എസ് അല്ലേ. കെയിലുണ്ട്, എല്ലിലുണ്ട്, എമ്മിലുണ്ട്, എന്നിലുണ്ട്. ഓക്കെ, അപ്പോൾ എസ് സബ് ഷെല്ലാണ് ആൻസർ. ഇനി സബ് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ എണ്ണം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ് ഷെൽസ് അല്ലേ, നമ്മൾ പഠിച്ചു. എസ്സിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10, എഫിൽ 14. മനസ്സിലാക്കാം. അതുപോലെ തന്നെ സബ് ഷെൽ റെപ്രസെൻറ്റേഷൻ വിത്ത് ഇലക്ട്രോൺസ്, സബ് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളെ സൂചിപ്പിക്കുന്ന വിധമാണ് അടുത്തത്. നോക്കൂ, നമ്മൾ ഓരോ ഷെല്ലും അതിലെ ഇലക്ട്രോണും സബ് ഷെല്ലും ഇലക്ട്രോണിൻ്റെ എണ്ണവും മനസ്സിലാക്കി. ഇനി നോക്കുക, ഈ ഒന്നാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലാണ് എസ് അല്ലേ. ഇത് അറിയപ്പെടുന്നത് 1s എന്നാണ്. 1s ഒന്നാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലാണ് എസ്, അത് എഴുതാറുള്ളത് 1s എന്നാണ്. അതിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 2. അപ്പോൾ അത് വായിക്കാറുള്ളത് 1s2. ഇനി രണ്ടാമത്തെ ഷെല്ല് അല്ലേ, എല്ല്, അതിൽ 2 സബ് ഷെല്ലുകളുണ്ട്, എസ് പി അല്ലേ. ഇനി അതറിയപ്പെടുന്നത് എങ്ങനെയാണ്? 2s 2p അല്ലേ. ഇലക്ട്രോൺ കൊടുക്കുകയാണെങ്കിൽ 2s2 2p6. ഇലക്ട്രോണിന് എപ്പോഴും സബ് ഷെല്ലിൻ്റെ വലത് ഭാഗത്ത് മുകളിലായിട്ടാണ് കാണിക്കുക. ശ്രദ്ധിക്കുക, 1s2 2p6. ഇനി മൂന്നാമത്തെ ഷെല്ലായ എമ്മിൽ 3 സബ് ഷെല്ലുകൾ കാണപ്പെടുന്നുണ്ട്. 3 സബ് ഷെല്ല് അല്ലേ. ഏതൊക്കെയാണത്? എസ്, പി, ഡി. അപ്പോൾ അതിനെ നമ്മളെങ്ങനെ സൂചിപ്പിക്കുക? 3s 3p 3d. ഇലക്ട്രോൺ കാണിക്കുമ്പോൾ 3s2 3p6 3d10. ഓക്കെ, ഇനി നാലാമത്തെ ഷെല്ല് നോക്കൂ, 32 ഇലക്ട്രോൺസ് അല്ലേ. അതിൽ 4 സബ് ഷെല്ലുകളുണ്ട്. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ് അല്ലേ. എങ്ങനെ കാണിക്കുക? 4s 4p 4d 4f. ഇലക്ട്രോൺ കാണിക്കുകയാണെങ്കിൽ 4s2 4p6 4d10 4f 14. അങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി മെഗ്നീഷ്യം ആറ്റത്തിൻ്റെ ബോർ മാതൃകയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ദ ബോർ ആറ്റം മോഡൽ ഓഫ് മെഗ്നീഷ്യം ഗിവൺ ബിലോ, ആൻസർ ദി ഫോളോയിങ്. നോക്കൂ, മെഗ്നീഷ്യത്തിൻ്റെ ന്യൂക്ലിയസ് അല്ലേ 12p 12 പ്രോട്ടോണുകൾ, അതുപോലെ തന്നെ 12n 12 ന്യൂട്രോണുകളുമാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? 12 അല്ലേ. 12 ആണ്, കാരണം പ്രോട്ടോണിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. നോക്കൂ, അറ്റോമിക് നമ്പർ എത്ര നമുക്ക് കിട്ടി അല്ലേ? 12 12 ആണ്. നമ്പർ ഓഫ് പ്രോട്ടോണുകളുടെ എണ്ണം അല്ലേ സെയിം ആണ്, 12 തന്നെയാണ്. അതുപോലെ നമ്പർ ഓഫ് ഇലക്ട്രോണുകളുടെ എണ്ണം അതും എത്ര തന്നെയാണ്? 12 ആണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെ എണ്ണവും എപ്പോഴും തുല്യമായിരിക്കും. ഇനി നമ്പർ ഓഫ് ന്യൂട്രോൺ കൂടെ തന്നിട്ടുണ്ട് അല്ലേ. ഈ മെഗ്നീഷ്യത്തിൽ 12 ന്യൂട്രോണുകളാണ് ഉള്ളത്. ഇനി അഞ്ചാമത്തത് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ മെഗ്നീഷ്യത്തിൻ്റെ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എത്ര അല്ലേ? എങ്ങനെയാണ് എഴുതുക? ആകെ 12 ഇലക്ട്രോൺ അല്ലേ, 2 8 2 എന്നാണ് വരിക അല്ലേ, 2 8 2. ഇനി 6th ക്വസ്റ്റ്യന്, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ഈച്ച് സബ് ഷെൽ? ഹൗ ക്യാൻ റെപ്രസെൻറ്റ് ദം? ഓരോ സബ് ഷെല്ലിലുമുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? അവയെ എങ്ങനെ സൂചിപ്പിക്കാം അല്ലേ? നോക്കൂ, എങ്ങനെയൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സബ് ഷെല്ലുകളാണ്. ഓരോ സബ് ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം നോക്കുക, ആകെ 12 ആണ് ഇവിടെ വരുന്നത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ഷെല്ല് അല്ലേ 1s2, 2ൽ 2 ഉണ്ടാവും, 2s2 2p6. എത്രയായി? 2 4 10. ഇനി ആകെ 2 ഉണ്ട്, അത് പോകുന്നത് 3s2ലേക്ക്. അപ്പോൾ സബ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? 1s2 2s2 2p6 3s2. അപ്പോൾ ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്.
എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.